ഡൽഹിയിലേക്ക് തന്നെ പോകുമ്പോൾ അവിടെ കടുത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെടുകയാണ്. 100-ലധികം വിമാനങ്ങൾ ഇപ്പോൾ മൂടൽമഞ്ഞ് കാരണം വൈകിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഡൽഹി വിമാനത്താവള പരിസരത്ത് കാഴ്ച പരിധി 50 മീറ്ററായി കുറഞ്ഞിരിക്കുന്നു. PR അരവിന്ദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. അരവിന്ദ്, ഈ മൂടൽമഞ്ഞ് വിമാന സർവീസുകൾക്കൊക്കെ തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏതൊക്കെ സർവീസുകളാണ് വൈകിയിരിക്കുന്നത്? ഇനിയിപ്പോൾ വൈകി മാത്രമേ സർവീസ് നടത്താൻ കഴിയുകയുള്ളൂ. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ജിൽസി, ഡൽഹി വിമാനത്താവള പരിസരത്താണ് ഇപ്പോൾ കാഴ്ചപരിധി 50 മീറ്ററായി കുറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിമാന സർവീസുകളെ ഇപ്പോൾ കാര്യമായി മൂടൽമഞ്ഞ് ബാധിച്ചിട്ടുണ്ട്. ഏകദേശം 100-ലധികം വിമാനങ്ങളാണ് ഇപ്പോൾ വൈകി സർവീസ് നടത്തുന്നത്. ഡൽഹിയിലേക്ക് വിമാനങ്ങൾ എത്തുന്നതിനും കാര്യമായ പ്രശ്നങ്ങൾ നേരിടുന്നു. അതുകൊണ്ട് തന്നെ 100-ലധികം വിമാനങ്ങൾ ഇപ്പോൾ സർവീസുകൾ വൈകി നടത്തുന്നുവെന്ന് വിമാനത്താവള അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രക്കാർ പരമാവധി വിമാനത്താവളത്തിലേക്ക് എത്തുമ്പോൾ വിമാന കമ്പനികളുമായി ബന്ധപ്പെടുക, അവരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നുമാണ് ഇപ്പോൾ അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ റോഡ് യാത്രക്കാരും പരമാവധി ജാഗ്രത പാലിക്കണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം അപകടങ്ങൾ ഈ മൂടൽമഞ്ഞ് കാരണം കാഴ്ചപരിധി പല മേഖലകളിലും പൂജ്യമായി കുറഞ്ഞിട്ടുണ്ട്. വിമാനത്താവള പരിസരത്ത് 50 മീറ്റർ ആയിട്ടാണ് കുറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപകടങ്ങൾ കൂടുതലായി ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടിയാണ് ഇപ്പോൾ സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ ട്രെയിൻ സർവീസുകളെയും ബാധിച്ചിട്ടുണ്ടെന്നുള്ള ഒരു വിവരം ലഭിക്കുന്നുണ്ട്. കൃത്യമായൊരു എണ്ണം, അല്ലെങ്കിൽ എത്ര ട്രെയിനുകളാണ് വൈകി സർവീസ് നടത്തുന്നുള്ള കൃത്യമായൊരു എണ്ണം ഇതുവരെ റെയിൽവേ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ജനജീവിതത്തെ മൂടൽമഞ്ഞ് വലിയ രീതിയിൽ ദുസ്സഹമാക്കുകയാണ്. അടുത്ത 2 ദിവസം കൂടി മൂടൽമഞ്ഞ് തുടരുമെന്നും ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.